ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലുള്ള ക്യാഷ്, പണം. അതുപോലെ തന്നെ പ്ലാനിങ്, അതായത് നമുക്കറിയാം ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു ബിസിനസ്സിനകത്ത് ഒരു ഫിനാൻസിനുണ്ട്, പൈസയ്ക്കുണ്ട്. അതായത് ക്യാഷ് ഇല്ലാതെ അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന പൈസ ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിനകത്തേക്ക് വരുന്ന ക്യാഷും ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാഷിനെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവുക. ഒന്നുകൂടെ പറയാം, ഒരു ബിസിനസ്സിനകത്തേക്ക് വരുന്ന ക്യാഷ് ചിലപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഒന്നുകിൽ ക്യാപിറ്റലായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ ഓർഗനൈസേഷനകത്തേക്ക് വരുന്ന ക്യാഷ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്ലാൻസ്, ഫോർ എക്സാമ്പിൾ എന്താണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ടേക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനകത്തേക്ക് വരുന്ന ക്യാഷും ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാഷിനെയും കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും സക്സസ് ആവില്ല എന്ന് മാത്രമല്ല, അത് രണ്ടാമത്തെ വർഷം കാണുകയുമില്ല. അതായത് ആ ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ ഫിനാൻസിനെ, പൈസയെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിങ്. പ്ലാനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിസൈഡിങ് അബൌട്ട് ആൻഡ് ഡൂയിങ് തിങ്സ് ഇൻ എ പർപ്പസ്ഫുൾ മാനർ. When this approach is applied exclusively for financial matter, it is termed as financial planning. അപ്പോൾ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ക്യാഷിനെ, ഓർഗനൈസേഷനിലുള്ള ക്യാഷിനെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആവശ്യം അനുസരിച്ച് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ വിനിയോഗിക്കുക, സ്പെൻഡ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുക. In connection with any business enterprise, it refers to the process of estimating firms' financial requirements and determining pattern of financing. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഇത് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് എത്ര ക്യാഷ് വേണം, ബിസിനസ് റൺ ചെയ്ത് പോകാൻ എത്ര ക്യാഷ് വേണം, അതുപോലെ തന്നെ ആ ക്യാഷ് എവിടെ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ എവിടെ നിന്ന് അത് കണ്ടെത്തും, എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫിനാൻസ് ഒരിക്കലും ഇങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അത് ഒന്നുകിൽ നമ്മൾ ലോൺ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിൽ നിന്ന് ക്യാപിറ്റലായിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരിക, ഫിനാൻസ് വരിക. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഫിനാൻസിങ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പലിശ അടക്കണം, ഇൻട്രസ്റ്റ് അടക്കണം, മന്ത്ലി EMI എടുക്കണം. അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഫിനാൻസിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫിനാൻസ് കൊണ്ടുവരേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ടു ഡീൽ വിത്ത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ പണം നമ്മൾ ഫിനാൻസ് സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയർ, പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഫിനാൻസിൻ്റെ ഫിനാൻസിൻ്റെ ഒരു കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ചെറിയ ബിസിനസ് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യം വരില്ല, എന്ന് വെച്ചാൽ ഒരുപാട് ഫിനാൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ വലിയൊരു ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമുക്ക് ഒരുപാട് ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് എ സൈസ് ഓഫ് ബിസിനസ്. ഓരോ ബിസിനസ്സിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ആ കൊണ്ടുവരുന്ന നമുക്ക് ആവശ്യമുള്ള ഫിനാൻസിൻ്റെ ഒരു വോളിയം അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കിത് അതിൻ്റെ പോയിന്റ് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള? ഒന്ന്, എസ്റ്റിമേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി റൈസ്ഡ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര പൈസയാണ്, എത്ര ക്യാഷാണ്, എത്ര ഫിനാൻസാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരേണ്ടത്. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഫിനാൻസിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കും നമുക്ക് എത്ര ക്യാഷാണ് കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തത്, ഡിറ്റർമൈനിങ് ദ പാറ്റേൺ ഓഫ് ഫിനാൻസിങ്, ഡിസൈഡിങ് ഓൺ ദ ഫോം ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ ടു ബി റൈസ്ഡ്. അതായത് ഫിനാൻസിങ് രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒന്ന് ഓൺ ഫണ്ടാണ്, മറ്റൊന്ന് ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. ഓൺ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്
അതുപോലെ തന്നെ എന്താണ് സ്വന്തം കയ്യിൽ നിന്നും ക്യാഷ് കൊണ്ടുവരുന്നത് ഒക്കെ ഓൺ ഫണ്ടാണ്, സ്വന്തം ഫണ്ടാണ്. രണ്ടാമത്തത് ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഫൈനാൻസിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ കടം വാങ്ങുക. ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. അപ്പോൾ ഏത് വേയിലൂടെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടത്, ഡെപ്റ്റ് ഫിനാൻസിങ് ആണോ ഓൺ ഫണ്ടാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഫോർമുലേറ്റിംഗ് ദ ഫിനാൻഷ്യൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ പ്രൊക്യൂർമെൻറ്റ്, അലോക്കേഷൻ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതായത് നമ്മൾ ഫണ്ട് കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഫിനാൻസ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് പ്രൊക്യൂർമെൻറ്റ് ചെയ്യണം, കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം അല്ലേ. അത് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ അത് ചിലവാക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പോളിസീസും പ്രൊസീജിയേഴ്സും കമ്പനിക്കില്ലെങ്കിൽ അവർ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തും അല്ലേ. 8% ലോണ് കിട്ടുന്ന സ്ഥലത്ത് അല്ലേ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 12%, 13% ഇൻട്രസ്റ്റ് കൊടുത്ത് ലോൺ വാങ്ങിക്കും. അപ്പോൾ അത് വലിയൊരു മിസ്റ്റേക്കായിട്ട് മാറും. അപ്പോൾ എല്ലായ്പ്പോഴും കമ്പനി ഒരു ഫിനാൻഷ്യൽ എന്താണ് ഒരു പോളിസീസ് കമ്പനിക്ക് ഉണ്ടാവും. ഏത് രീതിയിലാണ് ഫണ്ട് കൊണ്ടുവരേണ്ടത്, എത്ര ഫണ്ടാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എത്ര ഫണ്ടാണ് പ്രൊക്യൂർമെൻറ്റ് ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു പോളിസീസ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാവും. ഇനി പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ത്, ഒബ്ജക്റ്റീവ്സ് എന്ത്. ഒന്നാമത്തെ ടു അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഇൻ എ ഗിവൻ പീരീഡ്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന സമയത്ത് ഫിക്സ്ഡ് ക്യാപിറ്റൽ എത്ര വേണം, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണമെന്ന് കണ്ടെത്തുന്നതിനെയാണ് ഒന്നാമത്തെ പറയുന്നത്. എന്നുവെച്ചാൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിന് ആവശ്യമായിട്ടുള്ള ക്യാഷ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചിലപ്പോൾ കാറ് വാങ്ങാനുണ്ടാവും, ചിലപ്പോൾ ബിൽഡിംഗ് വാങ്ങാനുണ്ടാവും, ചിലപ്പോൾ ലാൻഡ് വാങ്ങാനുണ്ടാവും, ചിലപ്പോൾ നമുക്ക് പുതിയൊരു മെഷീൻസ് റീപ്ലേസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ക്യാഷ് വേണം. അതിനെ പറയുന്നത് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നാണ്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഡേ ടു ഡേ നമ്മൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്. അതായത് ബിസിനസ്സിനെ ഡെയിലി മൂവ് ചെയ്യണ്ടേ, നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, ബിസിനസ് വെറുതെ പോവില്ല. ഈവൻ ഇലക്ട്രിസിറ്റി ചാർജ്, സാലറി, റെൻറ്റ്, അങ്ങനെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ബിസിനസ്സിനെ ഡേ ടു ഡേ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും, അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് ആവശ്യമായിട്ട് ബിൽഡിംഗ് വാങ്ങാനും മെഷീൻസ് വാങ്ങാനും അതുപോലെ തന്നെ കാർ വാങ്ങാനും ഒക്കെ വലിയ എമൗണ്ട് ഓഫ് ഫണ്ട് ആവശ്യമായിട്ട് വരും. ഇതിനെ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ടു ബി റൈസ്ഡ് ത്രൂ വേരിയസ് സോഴ്സസ് യൂസിങ് എ ജുഡീഷ്യസ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. അപ്പോൾ നമുക്കറിയാം ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമാണ്, കടം. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫണ്ടാണ്, സ്വന്തം ഫണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞു ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ടുവരിക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആരായിരിക്കും, ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീൻ്റെ ഓണേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഫണ്ടിനെ നമ്മൾ പറയുന്ന ഇക്വിറ്റിയാണ്, സ്വന്തം ഫണ്ടാണത്. എന്നാൽ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നും കടമെടുക്കുന്ന ഫണ്ടിനെ നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, ഇക്വിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഫണ്ട് ആവശ്യമാണ്, പൈസ ആവശ്യമാണ്. ആ സമയത്ത് കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു വലിയ കൺസെപ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കമ്പനിക്ക് ഒരു ഷെയർസ് കൊണ്ടുപോയി ഇഷ്യൂ ചെയ്യുന്നു. ഷെയർസ് ഇഷ്യൂ ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ഷെയർസ്. അങ്ങനെ ഷെയർസ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന സമയത്ത് കമ്പനിക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഈ ഷെയർ വാങ്ങിയ ആൾക്കാരെല്ലാം ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഓണേഴ്സാണ്, കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഇക്വിറ്റിയാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് കൊടുത്താൽ മതി, നമ്മളതിൻ്റെ ഡിവിഡൻ്റായിട്ട് അവർക്ക് പ്രോഫിറ്റിൻ്റെ ഭാഗം, ഒരു പ്രോഫിറ്റിൻ്റെ ലാഭം നമ്മൾ അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ടാണ്. പക്ഷെ അവരെന്താണ് റിയൽ ഓണേഴ്സാണ്. അപ്പോൾ നാളെ കമ്പനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ആരിടപെടും, ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇടപെടും. അതാണ് ഇക്വിറ്റി ഫണ്ട്. എന്നാൽ ഡെപ്റ്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ്. അതായത് ലോൺ എടുക്കുക, ഫിനാൻസിൽ നിന്ന് ലോൺ കൊണ്ടുവരിക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രൊസീജിയറിലൂടെ ഫണ്ട് കൊണ്ടുവരുന്നതിന് ഡെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഡെപ്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഡെപ്റ്റ്, അതായത് ബാങ്കിന് നമ്മൾ എന്തായാലും പലിശ കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഡെപ്റ്റ് കൊണ്ടുവരണോ ഇക്വിറ്റി കൊണ്ടുവരണോ, അപ്പോൾ ഡെപ്റ്റ് ആണെങ്കിൽ എത്ര കൊണ്ടുവരണോ ഇക്വിറ്റി എത്ര കൊണ്ടുവരണോ എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്നതും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്താണ്. അതുമാത്രമല്ല ടു എൻഷുർ ദാറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഈസ് റൈസ്ഡ് ഓൺ ദി അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതുമാത്രമല്ല പൈസ കൊണ്ടുവരുന്ന സമയത്ത് ഡെപ്റ്റ് അല്ലെങ്കിൽ എന്താണെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വളരെ ഏറ്റവും കുറച്ചായിട്ട് ചീപ്പസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. നമുക്കറിയാം എല്ലാ ബാങ്കുകളും ഒരേ ഇൻട്രസ്റ്റ് റേറ്റിലല്ല ലോൺ കൊടുക്കുന്നത്.
ഇല്ല, ചില ബാങ്കുകൾ 15% ഇൻട്രസ്റ്റിന് ലോൺ കൊടുക്കും, ചില ബാങ്കുകളിൽ 8% ഇൻട്രസ്റ്റിനും 10% ഇൻട്രസ്റ്റിനൊക്കെ ലോൺ കൊടുക്കും. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് എന്ത് നോക്കണം? ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് പലിശക്ക് ആരാണോ ലോൺ കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്നായിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്? ലോൺ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്തിനകത്ത് പറയുന്നതാണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് പറയുന്നതാണ്. അടുത്ത പറയുന്നത് ടു എൻഷുർ adequate liquidity so that there are no default in payments and in contingencies any unforeseen expenditure are met without difficulty. അതായത് ഒരു ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ്. ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് മണിയാണ്. അതായത് കമ്പനിയിൽ എപ്പോഴും ഒരിക്കലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരാൻ വേണ്ടി പാടില്ല. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കാൻ വേണ്ടി പാടില്ല. ബിസിനസ് ഡെയിലി മീറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ എക്സ്പെൻസസ്, ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത് എപ്പോഴും ആരുടെ കയ്യിലുണ്ടാവണം? ഓർഗനൈസേഷൻ്റെ കയ്യിലുണ്ടാവണം. അതിന് ഷോർട്ടേജ് വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഒരു ലിക്വിഡിറ്റി, അതായത് ഫണ്ട് ഫ്ലോ ഓർഗനൈസേഷനിലുണ്ട് എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? നീക്കി വെക്കണം. ഇനി ലിക്വിഡിറ്റിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് വിചാരിച്ചോ ബിസിനസ് ഡെയിലി റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കയ്യിൽ എപ്പോഴും ലിക്വിഡിറ്റി, അതായത് നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരുന്ന ഫണ്ട് കയ്യിലുണ്ട് എന്നുള്ളത് ഓർഗനൈസേഷൻ എപ്പോഴും ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ ഓപ്റ്റിമൽ യൂസ് ഓഫ് ഫണ്ട്സ് സോ ദാറ്റ് ദ ബിസിനസ് ഈസ് നെയ്തർ സ്റ്റാർവ്ഡ് ഓഫ് ഫണ്ട്സ് നോർ ഹാസ് അൺനെസസറി സർപ്ലസ് ഫണ്ട്സ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ സമയത്തും ബിസിനസ്സിനകത്ത് എത്ര പൈസയാണുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അതുമാത്രമല്ല കൃത്യമായ സമയങ്ങളിൽ അത് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ടിനൊരു ക്ഷാമം ഉണ്ടാവില്ല. അതുമാത്രമല്ല ഒരുപാട് സർപ്ലസ് ഫണ്ട് ഓർഗനൈസേഷനിൽ ബാക്കിയാവുകയില്ല. അപ്പോൾ ബിസിനസ്സിന് എത്ര ഫണ്ടാണോ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ആവശ്യമുള്ളത് അത് മാത്രം അവിടെ വെക്കണം. ആവശ്യമില്ലാത്ത ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ബിസിനസ്സിനകത്ത് വെക്കാൻ വേണ്ടി പാടില്ല. മീൻസ് കൂടുതൽ ഫണ്ടും ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ പാടില്ല, കുറവ് ഫണ്ടും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഫണ്ട് എപ്പോഴും അവർ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ഇനി അടുത്ത് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ. സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, എസെൻഷ്യൽ എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കാം. അതിലൊന്ന് പറയുന്നുണ്ട്, ദ പ്ലാൻ മസ്റ്റ് ബി സിമ്പിൾ. പ്ലാൻ എപ്പോഴും സിമ്പിളായിരിക്കണം. ഇറ്റ് മസ്റ്റ് ടേക്ക് എ ലോങ് ടേം വ്യൂ. അല്ലേ, ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഒരു ലോങ് ടേം, ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അതിനെ കാണാൻ വേണ്ടി പറ്റണം. ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനിനകത്ത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റണം. ഇറ്റ് മസ്റ്റ് എൻഷുർ ഓപ്റ്റിമം യൂസ് ഓഫ് ഫണ്ട്സ്. അല്ലേ, കാര്യക്ഷമമായിട്ട് ഫണ്ടിനെ വിനിയോഗിക്കണം. And funds raised fully taken into account and kept at the lowest possible level. അല്ലേ, ഫണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ലെവലിൽ കൊണ്ടുവരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഏറ്റവും, പലിശ അതുപോലെ കോസ്റ്റ് ഏറ്റവും കുറവ് ഉള്ള രീതിയിൽ അതിനെ കൊണ്ടുവരണം. അതുമാത്രമല്ല അഡിക്വേറ്റ് ലിക്വിഡിറ്റി മസ്റ്റ് ബി എൻഷുർഡ്. അതായത് എല്ലായ്പ്പോഴും ഓർഗനൈസേഷനിൽ ഫണ്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ദാറ്റ്സ് ലിക്വിഡിറ്റി. ഫണ്ട് ഫ്ലോ എപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The plan must be simple. Nowadays, you have a large variety of securities that can be issued to raise capital from the market, but it is considered better to confine to equity shares and simple fixed interest debentures. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഒരുപാട് ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. അതായത് ഒരുപാട് ബാങ്കുകൾ ലോൺ തരാം, സെക്യൂരിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ലോൺ തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് കൺഫൈൻ ടു ഇക്വിറ്റി ഷെയർസ്, അതായത് മാർക്കറ്റിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കൊണ്ടുവരുന്നതും ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സ്. അല്ലേ, അതേപോലെ തന്നെ ഡിബഞ്ചർ, കടർപത്രം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഇൻട്രസ്റ്റിന് ഫണ്ട് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അത് പലിശ ഇൻട്രസ്റ്റ് കയറി ഒരുപാട് പൈസയാവുകയും കമ്പനിക്ക് അതൊരു വലിയൊരു ബാധ്യതയാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതലും ബെറ്റർ ടു കൺസിഡർ, അതായത് ഇക്വിറ്റി ഷെയർസിലൂടെയും അതുപോലെ തന്നെ ഡിബഞ്ചറിലൂടെയും ഫണ്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെയും മതിയാവാതെ വരുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്താൽ മതി? ലോണുകൾ കൊണ്ടുവന്നാൽ മതി, ലോൺ എടുത്താൽ മതി. അടുത്ത പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ടേക്ക് എ ലോങ് ടേം വ്യൂ while estimating the capital needs of a firm and raising the required funds. A long term view is necessary. It ensures that the plan fully provided for meeting the capital requirement on long term basis
and takes care of the changes in capital requirement for year to year. അപ്പോൾ ഓരോ വർഷവും ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കുമ്പോൾ ഒരു ലോങ് ടേം വ്യൂ കാണണം. അതായത് നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിലേക്കോ നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്കോ ആവശ്യമായിട്ടുള്ള ഒരു ലോങ് ടേം വ്യൂ കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻസ് പ്ലാനിങ് നടത്തേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് 1-2 വർഷത്തേക്കുള്ളതല്ല. അത് ഓർഗനൈസേഷൻ തുടങ്ങുന്നത് മുതൽ അത് തുടർന്ന് കൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലോങ് ടേം വ്യൂ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്ത പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ എന്നാണ്. വൈൽ ദ ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ലോങ് ടേം വ്യൂ, വൺ മെ നോട്ട് ബി ഏബിൾ ടു properly visualize the possible developments in future. Not only that, the firm may also change its plans of expansion for various reasons. It is very necessary that the financial plan is capable of being adjusted and revised without any difficulty and delay so as to meet the requirements of the changed circumstances. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അവരുണ്ടാക്കുന്ന ഫിനാൻഷ്യൽ പ്ലാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കാരണം ഫ്യൂച്ചറിൽ ഇപ്പോൾ ലോങ് ടേമിലേക്ക് നമ്മൾ 10 കൊല്ലത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇതുപോലെ കൊറോണ വന്ന് സ്റ്റക്ക് ആവാം, ഇല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും പ്രളയം വരാം, എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമുക്ക് മുൻപേ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ആ ഒരു ഉണ്ടാക്കിയ പ്ലാൻസിലെ ഫ്ലെക്സിബിളായിട്ട് അവർക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് മസ്റ്റ് എൻഷുർ ഓപ്റ്റിമൽ യൂസ് ഓഫ് ഫണ്ട്സ്. ദ പ്ലാൻ ഷുഡ് പ്രൊവൈഡ് ഫോർ റൈസിംഗ് റീസണബിൾ എമൗണ്ട്സ് ഓഫ് ഫണ്ട്സ്. As stated earlier, the business should neither be starved of funds nor have surplus funds. It must be strictly need based, and every rupee raised should be effectively utilized. There should be no idle funds. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഫണ്ട് കൊണ്ടുവരുന്ന സമയത്ത്, ബിസിനസ്സിനകത്ത് ഫിനാൻസ് കൊണ്ടുവരുന്ന സമയത്ത് ആവശ്യമുള്ള ഫണ്ട് മാത്രം കൊണ്ടുവരണം. അനാവശ്യമായിട്ട് ഫണ്ട് കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 5 ലക്ഷം രൂപയുടെ ലോണാണ് ആവശ്യമുള്ളത്. ആ സമയത്ത് നമ്മൾ 10 ലക്ഷം രൂപയുടെ ലോൺ കൊണ്ടുവന്നിട്ട് ബാക്കി 5 ലക്ഷം രൂപ വെറുതെ അടവെക്കാൻ പാടില്ല. അങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയും കൂടി പലിശ കൊടുക്കേണ്ടി വരും, അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എപ്പോഴും ഒരുപാട് അധികം പണം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടാവാനും പാടില്ല. ആ രീതിയിലുള്ള ഒരു ഫണ്ടായിരിക്കണം നമ്മൾ ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്യേണ്ടത്. അടുത്ത പറയുന്നത് ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് റൈസ്ഡ് ഷുഡ് ബി ഫുള്ളി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആൻഡ് കെപ്റ്റ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ ലെവൽ. It must be ensured that the cost of fund raised is reasonable. The plan should provide for a financial mix, combination of debt and equity that is most economical in terms of cost of capital. Otherwise, it will be adversely affect in return on shareholders' funds. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫണ്ട് കൊണ്ടുവരുന്നത്, അതായത് ലോണാണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും എന്താണെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് അത് കോസ്റ്റ് ഓഫ് ഫണ്ട് വളരെ കുറവായിരിക്കണം, ചിലവ് വളരെ കുറവായിരിക്കണം. ഇൻ കേസ് ഞാൻ പറഞ്ഞു ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലോൺ ആയിരിക്കും കൊണ്ടുവരേണ്ടത്. എന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. അതുമാത്രമല്ല, ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊത്തം ലോണായിട്ട് കൊണ്ടുവരുന്നത്, ഡെപ്റ്റായിട്ട് കൊണ്ടുവരുന്നത് റിസ്ക്കിയാണ്. കാരണം ബിസിനസ് നാളെ നഷ്ടത്തിലായാലും ബാങ്കിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണ്, ഒരു പോർഷൻ ഓഫ് ഫണ്ട് ഇക്വിറ്റി ആയിട്ടും ഒരു പോർഷൻ ഓഫ് ഫണ്ട് ഡെപ്റ്റ് കടമായിട്ടും കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഷെയറായിട്ട് ഇഷ്യൂ ചെയ്തിട്ട് കുറച്ച് ഇക്വിറ്റിയും കുറച്ച് ഡെപ്റ്റും കൊണ്ടുവരുന്നതാണ് നല്ലത്. എന്തിനേക്കാളും മൊത്തം ഡെപ്റ്റായിട്ട് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ അത് ഓരോ ആൾക്കാരും ഓരോ കമ്പനിയിലും അവരുടെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ തീരുമാനിക്കുക. ഏതാണ് നല്ലത്, ഏതാണ് ശരിയല്ലാത്തതൊക്കെ തീരുമാനിക്കുന്നത് അവരായിരിക്കും. ഓക്കെ, അടുത്ത പറയുന്നത് അഡ്വക്കേറ്റ് ലിക്വിഡിറ്റി മസ്റ്റ് ബി എൻഷുർഡ്. Liquidity refers to the ability of firm to make available the necessary amount of cash as and when required. It has to be ensured in order to avoid any embarrassment to the management and the loss of goodwill among the investors. In other words, the investment of funds should be so planned that some of these can be converted into cash to meet all possible eventualities. അപ്പോൾ അഡിക്വേറ്റ് ലിക്വിഡിറ്റി മസ്റ്റ് ബി എൻഷുർഡ് എന്ന് പറയാനുള്ള കാരണം ബിസിനസ്സിൽ എപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ലൈഫ് ബ്ലഡ്, അതായത് ഫണ്ട് എപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. കാരണം ഡേ ടു ഡേ മീറ്റ് ചെയ്യാൻ ഒരുപാട് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യമുണ്ട്. ആ ഫണ്ടെല്ലാം ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഫണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാരണമായിരിക്കും, പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സ്റ്റക്ക് ആവുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ എൻറ്റയർ പ്രോസസ്സ്
സ്റ്റക്കാവും. അത് മാത്രമല്ല ബിസിനസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഡിഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് തന്നെ ബിസിനസ് ഒരു ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലേക്ക് പോകും, നിർത്തുന്ന ഒരു സ്റ്റോപ്പ് ആവുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി എപ്പോഴും, ഫണ്ട് ഫ്ലോ എപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് അഡിക്വേറ്റ് ലിക്വിഡിറ്റി മസ്റ്റ് ബി എൻഷുർഡ് എന്ന് പറയാനുള്ള കാരണം. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, രണ്ട് രീതിയിലാണ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. ഒന്ന് ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലോങ് ടേമിലേക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ബിൽഡിംഗ് വാങ്ങുന്നത്, മെഷീൻസ് വാങ്ങുന്നത്, ലാൻഡ് വാങ്ങുന്നത്, കാറ് വാങ്ങുന്നത് ഇല്ലേ, അതൊക്കെ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതിന് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. രണ്ടാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ബിസിനസ് സാധാരണ നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, ബിസിനസ്സിന് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നു. ഈ രണ്ടും ബിസിനസ്സിന് ആവശ്യമാണ്. ഇനി നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ? Fixed capital represent the requirement of capital for meeting the permanent or long-term financial needs of the business. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ പെർമനൻ്റ് ആയിട്ട് ഓർഗനൈസേഷനിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഫണ്ട്. ഇറ്റ് ഈസ് പ്രൈമറിലി യൂസ്ഡ് ഫോർ അക്വയറിംഗ് ദ ഫിക്സ്ഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അല്ലേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടിയിട്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട്, അതേപോലെ ഓഫീസ് എക്യുപ്മെൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി വൈൽ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻ്റർപ്രൈസ് ബട്ട് ഓൾസോ ഫോർ മീറ്റിംഗ് എക്സ്പാൻഷൻ റിക്വയർമെൻറ്റ് ഇൻ ദ എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു പുതിയ ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരിക. ചില ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും വലുതാക്കുന്ന സമയത്തും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസും ഓഫീസ് എക്യുപ്മെൻറ്റ്സും മെഷീനറിയും ഒക്കെ വേണ്ടി വരും. The amount of such requirement can be assessed by preparing a list of fixed assets needed by the business unit and ascertaining their prices from the market. It may be noted that investment in fixed asset is a long-term commitment and the amount is so invested cannot be withdrawn quickly. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് പൈസ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് അതിൽ നിന്ന് ക്യാഷ് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ കിട്ടില്ല. കാരണം ഇത് ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലോങ് ടേമിലേക്കുള്ള ഒരു സ്പെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇപ്പോൾ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബിൽഡിംഗ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് വിൽക്കാണ്ട് നമുക്കതിൽ നിന്ന് ക്യാഷ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. Hence, the funds for such requirement are always provided from owners fund or raised by issuing shares and debentures and taking long-term loans from financial institutions. അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എവിടുന്നാണ് കൂടുതൽ കൊണ്ടുവരിക? ഒന്നുകിൽ ഓണേഴ്സ് ഫണ്ട്, ഒന്നുകിൽ സ്വന്തം ഫണ്ട് തന്നെ, അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ. അതായത് എന്താണ് വലിയൊരു ലോങ് ടേം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് 15 വർഷത്തേക്ക് 20 വർഷത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള ലോങ് ടേം ലോൺസ് കൊടുക്കുന്ന ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടൊക്കെയാണ് ഇത്തരം ഫിക്സ്ഡ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് ലൈക്ക് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് ക്യാഷ് റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്, പേയിങ് വേജസ്, സാലറീസ് ടു ഇറ്റ്സ് വർക്ക് ഫോഴ്സ് ആൻഡ് ക്ലിയറിംഗ് ഡ്യൂസ് ഫോർ ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. അതായത് പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ്, അല്ലേ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇല്ലേ, സ്റ്റോക്ക് തീർന്നു, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസയില്ല, അല്ലെങ്കിൽ സാലറി കൊടുക്കാനുള്ള, വേജസ് കൊടുക്കാനുള്ള, ശമ്പളം കൊടുക്കാനുള്ള പൈസയില്ല. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് ക്രെഡിറ്റേഴ്സിന് കുറച്ച് പൈസ ബാക്കിയുണ്ട്, കൊടുക്കാൻ ബാക്കിയുണ്ട്, അപ്പോൾ അത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലെല്ലാം പെട്ടെന്ന് ഓർഗനൈസേഷനിൽ ക്യാഷിൻ്റെ ആവശ്യം വരും. അത് ചെറിയ ചെറിയ ഫണ്ടുകളായിരിക്കില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് circulating capital because most of the amount invested in current assets is continuously recovered through realization of debtors and cash sales of goods and reinvested in current assets. It keeps on revolving from cash to current assets and back again to cash as shown in the working capital cycle here. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് സാധനം ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ക്യാഷ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ സാലറി കൊടുക്കാനുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഇപ്പോൾ സെയിൽസ് എന്താണ്
സെയിൽസ് നടത്തിയിട്ട് ക്യാഷ് കിട്ടാതെ ഉണ്ടാവും. അത്തരം ആൾക്കാരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാനുള്ള ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ക്യാഷ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ ഒരു എമൗണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വരും, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വരും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ആൾക്കാർ ഷോർട്ട് ടേം ലോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് സാലറി കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ വേജസ് കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഷോർട്ട് ടേം ബാങ്കിൽ നിന്നൊരു ഷോർട്ട് ടേം ലോൺ എടുത്തിട്ട് അത് സാലറി കൊടുക്കും. എന്നിട്ട് സെയിൽസ് ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് തിരിച്ച് ബാങ്കിലെ ലോണ് തിരിച്ചടയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ്സിലെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ സംഭവങ്ങൾ കൊടുക്കുക, സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക, ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.